നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ്. ഒരു കേസിൽ ആശ്വാസമാണെങ്കിൽ മറ്റൊരു കേസിൽ തിരിച്ചടിയാണ്. നമ്മൾ സെഷൻസ് കോടതിയിൽ, അതായത് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അതിൽ ഈ ബംഗളൂരുവിൽ നിന്നുള്ള യുവതിയുടെ കേസ് അത്ര വലിയ പ്രാധാന്യം അവിടെ കൊടുത്തിരുന്നില്ല എന്നുള്ള ഒരു ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഹൈക്കോടതിയിൽ ആ കേസിൽ നിന്നാണ് ഇപ്പോൾ രാഹുലിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് കോടതി ഉത്തരവിടുന്നു. അപ്പോൾ ആ കേസിൽ രാഹുലിന് എതിരാകുന്നത് എന്തെങ്കിലും ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ തിരിച്ചടി അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അല്ല, ഈ തിരിച്ചടി എന്നുള്ളൊരു വാക്ക് ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് സ്റ്റേ ചെയ്തില്ല എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തിരിച്ചടി ആരാണിപ്പോൾ പ്രയോഗിക്കുന്നത്? കേരളത്തിലെ ചാനലുകളാണ്, സോഷ്യൽ മീഡിയയിൽ ചില മുഖങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വൻ തിരിച്ചടി എന്നുള്ള ഇപ്പോഴത്തെ ഈ ക്യാപ്ഷൻ തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ തിരിച്ചടി 1% പോലും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ അറസ്റ്റ് തടയാനുള്ള അധികാരം ഈ കോടതിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ പരിശോധിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇതുവരെ പുറപ്പെടുവിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പെട്ടെന്ന് ഇന്ന് ഹൈക്കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ വാദത്തിനെടുക്കുന്നു. പ്രോസിക്യൂഷൻ ഹാജരായി. പ്രോസിക്യൂഷനോട് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ കോടതി ആരാഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ്റെ ആ മറുപടി അത് നമ്മളിപ്പോൾ ഒന്ന് പരിശോധിക്കണം. പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്താണ്? KPCC അധ്യക്ഷൻ പോലീസ് മേധാവിക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയൊരു പരാതി, ആ പരാതിയിന്മേലാണ് FIR ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ്റെ ചോദ്യം, ഈ FIR-ൽ പരാതി ഉന്നയിച്ചിരിക്കുന്ന യുവതി ഏതെങ്കിലും തലത്തിലൊരു പരാതി തന്നോ? ആ യുവതിയിൽ നിന്ന് നിങ്ങൾ മൊഴിയെടുത്തോ? ഈ 2 ചോദ്യങ്ങൾക്കും ഇല്ല എന്ന ഉത്തരമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. ഒരു കേസ് ഏറ്റവും ദുർബലമാകുന്ന കാഴ്ചയാണ്. ഊരും പേരുമില്ലാത്ത ഒരു യുവതി KPCC അധ്യക്ഷന് കൈമാറിയ ഒരു പരാതി, അതും ഒരു ഇമെയിൽ പരാതി. KPCC അധ്യക്ഷൻ അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയക്കുന്നു. ചരിത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത തലത്തിൽ വേഗതയിൽ ഇത്തരമൊരു ഊരും പേരുമില്ലാത്ത ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രേഖപ്പെടുത്തുന്നു. അതും ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. നിസ്സാരക്കാരിയൊന്നുമില്ല. പൂങ്കുഴലി എന്ന IPS ഉദ്യോഗസ്ഥയാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത്ര സ്ത്രീ സുരക്ഷ കേരളത്തിലുണ്ടോ? ഇത്ര സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വേഗത കേരളത്തിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എല്ലാവരും അതിശയിപ്പിക്കുന്ന തലത്തിലാണ് സംസ്ഥാന ഭരണകൂടവും പോലീസ് അന്വേഷണ സംഘവും ഒക്കെ ഈ കേസിൽ നീങ്ങിയത്. ഇത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ്? ഈ കേസ് പരിഗണനയ്ക്കെടുക്കുന്നു. ജഡ്ജി പ്രോസിക്യൂഷനോട് വിശദീകരണം ചോദിക്കുന്നു. പ്രോസിക്യൂഷൻ്റെ മറുപടി കേട്ടാൽ നമ്മൾ പോലും വാ പൊളിച്ചിരിക്കും. KPCC അധ്യക്ഷനാണ് ഇത്തരമൊരു ഇമെയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. ഈ കേസ് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് KPCC അധ്യക്ഷൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിൽ വലിയ വീഴ്ച, തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചു എന്ന് KPCCക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഇത്തരമൊരു ഇമെയിൽ പോലീസ് മേധാവിക്ക് കൈമാറിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ FIR ഇട്ടത്. എത്ര വിചിത്രമായ വാദം! അപ്പോൾ KPCC സംസ്ഥാന പോലീസ് മേധാവിക്ക് അയക്കുന്ന ഏത് പരാതിയിലും ഈ സ്പീഡ് ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും നമുക്കുള്ളിൽ തോന്നുന്ന ഇതേ സംശയം കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇത് പ്രഥമ ദൃഷ്ട്യ കഴമ്പുള്ള കേസാണ്. അതുകൊണ്ടാണ് വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. ജാമ്യാപേക്ഷ മണിക്കൂറുകൾ കൊണ്ട് തള്ളിക്കളയുകയല്ല കോടതി ചെയ്തത്. പക്ഷെ കോടതി വിശദമാക്കി, ഈ കേസിൽ അറസ്റ്റ് തടയാനുള്ള ഒരു ഉത്തരവ് ഈ ഒരു സാഹചര്യത്തിൽ ഈ കോടതിക്ക് നൽകാൻ കഴിയില്ല. പക്ഷേ ഈ കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ എങ്ങനെയാണ് സമീപിച്ചത്? 2 പരാതികൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്ന്, ആദ്യം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതിക്കാരി നേരിട്ട് ഒരു പരാതി കൊണ്ടുചെന്ന് കൊടുക്കുന്നു. 2ാം പരാതിയിലും ഈ സമാന സ്വഭാവം നമുക്ക് കാണാം. 2ാം പരാതിക്കാരി തൻ്റെ പരാതി KPCC അധ്യക്ഷന് ഇമെയിൽ അയക്കുന്നു. അപ്പോൾ ഒന്ന് ഭരണകൂട തലവന്, മറ്റൊന്ന് പ്രതിപക്ഷ കക്ഷിയിലെ
മുഖ്യ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന്. അപ്പോൾ ഇത് രണ്ടും രാഷ്ട്രീയമാണ്, ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും. നേരിട്ട് പോലീസ് മേധാവിക്കല്ല ഇവിടെ പരാതികൾ കൈമാറുന്നത്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിലല്ല ഇത്തരമൊരു പരാതി നൽകിയത്. ഏതെങ്കിലും ഒരു കോടതിക്ക് മുന്നിൽ ചെന്ന് മൊഴി കൊടുക്കുകയല്ല നേരിട്ട് ഇവിടെ ഒരു യുവതി അല്ലെങ്കിൽ 2 യുവതികൾ ചെയ്തിരിക്കുന്നത്. 2 പരാതികളിലും നമുക്ക് രാഷ്ട്രീയം കാണാൻ കഴിയും. ഇവിടെ ഇരയെ തള്ളിപ്പറയുകയല്ല, ഇരവാദം നമ്മൾ ഏതെങ്കിലും തലത്തിൽ ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ അതിലപ്പുറം ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന കുറേയേറെ സംശയങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കോടതിയിൽ നടന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് ഇത്തരം അടിസ്ഥാന വിഷയങ്ങളിലൂടെ നമുക്ക് കോടതി മുറിക്കുള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഇന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രകടമായ മാറ്റം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യ പരാതിക്കാരിയുടെ പരാതിയിന്മേൽ FIR ഇട്ട് കേസ് അന്വേഷണം തുടങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ കോടതിയിൽ ഹാജരായി. കോടതിയിൽ ഹാജരായ ശാസ്തമംഗലം അജിത് കുമാർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ ജാമ്യാപേക്ഷയിൽ പറയുന്ന വിവരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. പരാതിക്കാരിയെ തനിക്കറിയാം, പരാതിക്കാരിയുമായി തനിക്ക് അടുത്ത സൗഹൃദമുണ്ട്. ആ സൗഹൃദം പിന്നീട് റൊമാൻസിലേക്കും ലൈംഗികതയിലേക്കും കടന്നു. പരാതിക്കാരി വിവാഹിതയാണ്. പരാതിക്കാരിക്ക് താനുമായി വലിയ മാനസിക അടുപ്പമുണ്ട്. ആ പരാതിക്കാരിയെ അധിക്ഷേപിക്കാതെ, ആ പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാതെ വളരെ സൗമ്യമായ ഭാഷയിൽ തനിക്ക് പറയാനുള്ളത് പറയുന്ന ഒരു പ്രതിയെ നമ്മൾ അവിടെ കാണുന്നു. തനിക്ക് പറയാനുള്ളത് കോടതിയെ ബോധിപ്പിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മളവിടെ കാണുന്നു. അത് വളരെ ഫെയർ ട്രയലിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. പരാതിക്കാരിയുടെ പരാതിക്ക് ആധാരമായ കാരണത്തെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. താൻ ആ യുവതിയുമായി സംസാരിച്ച ശബ്ദരേഖ, താൻ ആ യുവതിയുമായി ചാറ്റ് ചെയ്ത വാട്സാപ്പ് ചാറ്റുകൾ, ഇതൊക്കെ മാധ്യമങ്ങളിലേക്ക് പോയത് യുവതിയെ ചൊടിപ്പിച്ചു. ഇതൊക്കെ താനാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് എന്ന് യുവതി തെറ്റിദ്ധരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ യുവതി തൻ്റെ കൂട്ടുകാരിക്ക് കൈമാറിയത് യുവതി പോലും അറിയാതെ ചാനലുകളിലേക്ക് പോയതാണ്. ഈ സംഭവത്തിന് ശേഷം തനിക്ക് ആ യുവതിയുമായുള്ള ബന്ധം മുറിഞ്ഞു. അതുവരെ തനിക്ക് ആ യുവതിയുമായി ഒരു സൗഹൃദമുണ്ടായിരുന്നു, ഗർഭചിത്രത്തിന് ശേഷം പോലും. ഇങ്ങനെ ഒരുപാട് അഡ്മിഷൻസ് ഉള്ള ജാമ്യാപേക്ഷ, റിയലിസ്റ്റിക് എന്ന് നമുക്ക് പോലും തോന്നുന്ന ഒരു ജാമ്യാപേക്ഷ. അത്തരമൊരു ജാമ്യാപേക്ഷയുമായാണ് ആദ്യം ഈ ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കുന്നത്. അതിന് എന്തുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതി എന്നതിനും ഉത്തരമുണ്ട്. രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഹൈക്കോടതിയെ ആശ്രയിക്കാനാണ് ആദ്യം അഭിഭാഷകരോട് പറഞ്ഞത്. പക്ഷേ അഭിഭാഷകർ പറഞ്ഞു, നേരത്തെ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയെ ഒരു ജാമ്യാപേക്ഷയുമായി സമീപിക്കാമായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു. അത് ജില്ലാ കോടതികളിൽ വേണം മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം നൽകാൻ. അതിനുശേഷം ജില്ലാ കോടതി പരിഗണിച്ചതിന് ശേഷം അത് ഹൈക്കോടതി അനുവദിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ കേസിൽ അതേ പ്രൊസീജിയർ തന്നെ ആദ്യം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുന്നു. ജില്ലാ സെഷൻസ് കോടതിയെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം കേസുകളിൽ ഒരു സ്ത്രീ പക്ഷ കേസാണ്, ഒരു ഇര അവിടെയുണ്ട്, അതിജീവിതയുണ്ട്, പിന്നെ ഗർഭഛിദ്രം പോലെയുള്ള വലിയ കുറ്റാരോപണങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ അതിശക്തമായ വാദമുഖം ഉയർത്തി. പ്രാഥമിക തലത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല. ജില്ലാ കോടതി അറസ്റ്റും തടഞ്ഞില്ല. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെത്തി. നമുക്കറിയാം എങ്ങനെ ആ അറസ്റ്റ് തടയുന്ന ഉത്തരവ് എസ് രാജീവ് എന്ന അഭിഭാഷകൻ ഇന്ന് വാങ്ങിയെടുത്തുവെന്ന്. വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള വിശദമായ വാദം കേട്ട് 15-ാം തീയതി കേസ് വീണ്ടും എടുക്കും. അത് പിന്നീട് ഹൈക്കോടതി വിധി പറയും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരും എന്ന പ്രതീതി ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് 2ാം പരാതി ഉയർന്നു വന്നത്. ഈ 2ാം പരാതി അന്ന് പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ ഒരു പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നു. ഏതെങ്കിലും തലത്തിൽ അത് കോടതിയിൽ വരുമ്പോൾ ഒരു മുൻകൂർ ജാമ്യത്തിലേക്ക് പോകാതിരിക്കാൻ രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, സ്ത്രീകൾക്ക് നേരെ നിരന്തരം അതിക്രമം നടത്തുന്നയാളാണ്. ഇത് കൃത്യമായി കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട് ഈ കേസ് ബലപ്പെടുത്താൻ. അപ്പോൾ ഒരു 2ാം പരാതി സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾക്കായി പോലീസ് സംഘം ഉപയോഗിച്ചു. അതിലവർ ആദ്യഘട്ടത്തിൽ വിജയിച്ചു. പക്ഷെ കോടതിയിലെത്തുമ്പോൾ അവിടെ വസ്തുതകളാണ് പരിശോധിക്കുന്നത്. ഇവിടെ നിയമമാണ് ഇഴകീറി വാദിക്കുന്നതും മറുവശത്ത് ചർച്ച ചെയ്യപ്പെടുന്നതും.
അപ്പോൾ നിയമം കൃത്യമായി നിർവചിക്കുന്ന ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അത്തരം നിയമം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ കാരണം. ജില്ലാ കോടതിയിലേക്ക് നമുക്ക് വരാം. ഈ പശ്ചാത്തലത്തിൽ ജില്ലാ കോടതിയിൽ കേസ് വരുന്നു. കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ: ഈ പരാതിക്കാരി ആരാണ്? പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയോ? ഇത് രണ്ടുമില്ല. അപ്പോൾ KPCC അധ്യക്ഷൻ കൊടുത്ത ഒരു ഇമെയിൽ വലിയ ഗൗരവത്തിൽ FIR ഇട്ട് കേസന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പരാതിക്കാരിയെ ക്രൈംബ്രാഞ്ച് സമീപിച്ചു എന്നൊക്കെ നമ്മൾ നേരത്തെ വാർത്തകളിൽ കേട്ടിരുന്നു. പക്ഷെ അത്തരം വലിയ വാദമുഖങ്ങളൊന്നും കോടതിയിൽ പ്രോസിക്യൂട്ടർ ഉയർത്തിയില്ല. കാരണം ഫോണിൽ കൂടെ വിളിച്ച് ഏതെങ്കിലും ഒരു യുവതിയോട് കാര്യങ്ങൾ ആരായുന്നത് ഒരു നിയമപരിരക്ഷയുള്ള കാര്യമല്ല. യുവതിയിൽ നിന്ന് ഒഫീഷ്യലി മൊഴി രേഖപ്പെടുത്തണം. അത് മൊഴി രേഖപ്പെടുത്തിയെന്ന് ആ യുവതി മൊഴി നൽകിയതിന് ശേഷം ഞാൻ സാക്ഷ്യപ്പെടുത്തി ഒപ്പിടുന്നു എന്ന് പറഞ്ഞ് അവർ ഒപ്പിടണം. അതുപോലെ തന്നെ പിന്നീട് ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ അവർ സ്വമേധയാ മൊഴി നൽകണം, ബാഹ്യപ്രേരണയില്ലാതെ. ഇവിടെയൊക്കെ ഉയർന്നു വരുന്ന മുഖ്യ ആരോപണം എന്താണ്? ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ബാഹ്യപ്രേരണയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ പരാതിക്കാരിക്കെതിരെ ഉയർത്തുന്ന മുഖ്യ വാദമുഖവും അതാണ്. അവർ ജോലി ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മാധ്യമ സ്ഥാപനത്തിലാണ്. അവിടെ നിന്ന് അവർക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദമാണ് ഈ പരാതിക്ക് പിന്നിൽ. തനിക്കെതിരെയുള്ള ഈ കഥകൾ പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെ തനിക്കെതിരെ ഒരു പരാതി ഈ യുവതിയിൽ നിന്ന് ഈ മാധ്യമ സ്ഥാപനം എഴുതി വാങ്ങിയെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ സമാനമായ തലത്തിലുള്ള ആക്ഷേപം ചിലപ്പോൾ ഈ രണ്ടാം പരാതിയിലും വരും. ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ഒരു പരാതി നൽകുകയായിരുന്നു സെക്രട്ടേറിയറ്റിലെത്തി. അപ്പോൾ അതിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. ഇത് CPMൻ്റെയും BJPയുടെയും ഗൂഢാലോചനയാണ്. ഇത്തരമൊരു വാദമുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ഇനി ഏതാനും ദിവസം മാത്രമേ ഉള്ളൂ. ഏതാനും ദിവസമില്ല, മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ അടുക്കൽ എന്തിന് ഇത്തരമൊരു പരാതി നൽകി എന്ന ചോദ്യം അതിശക്തമായിരുന്നു. ഇവിടെയാണ് നമ്മൾ രണ്ടാം പരാതി എങ്ങോട്ടേക്കാണ് പോയതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, രണ്ടാം പരാതി നേരെ കോൺഗ്രസ് അല്ലെങ്കിൽ KPCC അധ്യക്ഷന് കൈമാറുന്നു. അപ്പോൾ മറ്റൊരു ആരോപണമില്ലല്ലോ, മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളൊരു ആരോപണം മാറുന്നു. മറുവശത്ത് പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഇതിലൊരു ഗൂഢാലോചന സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനുണ്ടോ? അപ്പോൾ പരാതിക്കാരി ഉന്നയിക്കുന്നത് 2023 ഒരു സംഭവമാണ്. അത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു. പക്ഷെ ഇവിടെ ഏറ്റവും രസകരമായ ഒരു വാദമുഖം അത് നമ്മൾ കാണാതെ പോകരുത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്നു, ആരാണ് യുവതി? ഇമെയിലിൽ പറഞ്ഞ ഒരു കഥയ്ക്കപ്പുറം ഇതിൽ പരാതിയിൽ എന്താണുള്ളത്? അതിന് പ്രോസിക്യൂഷൻ ഉത്തരവില്ല. ഏതാണ് പരാതിക്കാരി എന്നറിയാതെ എന്തെങ്കിലും ഒരു ഊഹാപോഹത്തിന് ഞങ്ങൾ എന്ത് വിശദീകരണം നൽകും എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന്റെ ചോദ്യത്തിന് കോടതിക്ക് ഉത്തരവില്ല. പക്ഷെ രാഹുൽ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഈ പ്രത്യേക ഒരവസ്ഥയുണ്ടല്ലോ, ആദ്യ പരാതി, രണ്ടാമത്തെ പരാതി, മാധ്യമങ്ങൾ ഉയർത്തുന്ന വലിയൊരു ആരോപണത്തിൻ്റെ കൊടുങ്കാറ്റ്. അപ്പോൾ ഈ തീച്ചൂളയിൽ കിടക്കുമ്പോൾ കോടതി വിശദമായി പരിശോധിക്കാൻ തയ്യാറാവും. കാരണം എന്താണ് നടന്നിരിക്കുന്നത്? രാഹുലിൻ്റെ അഭിഭാഷകൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ഇവിടുന്ന് പെട്ടെന്നൊരു മുൻകൂർ ജാമ്യം ലഭിക്കുക, അല്ലെങ്കിൽ കേസ് തള്ളി നേരെ ഹൈക്കോടതിയിലേക്ക് ഓടിച്ചെല്ലുക. അങ്ങനെ അറസ്റ്റ് ഒന്ന് താൽക്കാലികമായി മാറ്റിവെക്കുക. പക്ഷെ ഇവിടെ ഇനി തിങ്കളാഴ്ച ഒരൊറ്റ ദിവസമുണ്ട്. ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും വോട്ടിങ്ങിൻ്റെ ദിവസമായി. എന്തായാലും ഭരണകൂടത്തെ സംബന്ധിച്ച് രാഹുലിനെ അതുവരെ ഓടിച്ച് കൂട്ടിക്കയറ്റി ഇരുത്താൻ കഴിഞ്ഞു. അതൊരു അവരെ സംബന്ധിച്ച് രാഷ്ട്രീയ വിജയമാണ്. മറിച്ച് ഇവിടെ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദുഃഖം പ്രകടിപ്പിക്കുന്നവർ, ഇത്തരം ഇരകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്കറിയാം മാധ്യമങ്ങളിലൊക്കെ എത്തി ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നവർ, ഇത്തരം ചില ഗൂഢാലോചനകൾ ഈ വേട്ടക്കാരൻ എന്ന് മുദ്ര കുത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെയൊക്കെ നമുക്ക് പൂർണ്ണമായി ഖണ്ഡിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇരയ്ക്കെതിരായിട്ടുള്ള ഭാഷണമല്ല, മറിച്ച് നമ്മൾ നിഷ്പക്ഷമായി ഇതിനെ വിലയിരുത്തുമ്പോൾ ഇതിലൊക്കെ ഒരു ഗൂഢാലോചന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സാധാരണക്കാരന് ഫീൽ ചെയ്യുന്നുണ്ട്. രാഹുൽ ആരും ആവട്ടെ, ധാർമ്മികമായി സദാചാരപരമായി അയാൾ ചെയ്തത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത തെറ്റാണ്. നമുക്കതിനെ ആ തലത്തിൽ കാണേണ്ട. പക്ഷെ അതിനിടയിൽ സത്യം എവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്.
അത് നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ ആദ്യത്തെ പരാതി നമുക്കത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന എന്ന് പറയാം. കാരണം യുവതി മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കുന്നു. അപ്പോഴും നമ്മൾ കാണണം, സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ. അതൊരു വശം. അന്ന് ഈ സംഭവങ്ങൾ, ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ പറയുന്നുണ്ട്, ആരെയും ഭയക്കാതെ ആ പെൺകുട്ടിക്ക് പരാതി നൽകാം, നടപടി സ്വീകരിക്കും. അതിന്റെ പേരിൽ ആ പെൺകുട്ടി അവിടെ കൊണ്ട് പരാതി കൊടുക്കുന്നു. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ പരാതി കൊടുക്കുന്നു. അത് ശരി, സമ്മതിക്കുന്നു. അതിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഗൂഢാലോചന, രാഷ്ട്രീയപരമായ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ രണ്ടാം പരാതി, അതാണ് ഇവിടെ ഏറ്റവും വലിയ കുരുക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. അത് കുരുക്ക് എന്ന് നമ്മൾ പറയുന്നത് KPCCക്ക് കൊണ്ട് പരാതി കൊടുക്കുന്നു. അതിൽ ഗൂഢാലോചന എന്ന് രാഹുലിന് എവിടെയും പറയാൻ കഴിയില്ല. അത് പ്രതിരോധിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. കാരണം സ്വന്തം പാർട്ടിക്ക് നേരെ എവിടെയും ഒരു എതിർപ്പും ഇതുവരെ രാഹുൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ KPCC കൊണ്ടുവന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് പരാതി കൊടുക്കുമ്പോൾ രാഹുൽ അതിനെ എങ്ങനെ കോടതിയിൽ പ്രതിരോധിക്കും? ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഈ മണഗുണ അഞ്ചന്മാരെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതേ അവസ്ഥയിലായി പോയി കോൺഗ്രസ്. ഇവർക്ക് ഇത്ര ബോധമില്ലേ? ഈ KPCC അധ്യക്ഷൻ ഇത്തരം ഒരു ഇമെയിൽ കിട്ടുമ്പോൾ അയാൾ എന്താണ് ആദ്യം പറയേണ്ടത്? ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കണം. സംസ്ഥാന പോലീസ് മേധാവിയോ അതത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന പോലീസ് സ്റ്റേഷനെയോ നിങ്ങൾ സമീപിക്കണം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പരാതിയിൽ പേരില്ല, ഊരില്ല, ഇതാരെങ്കിലും ഞങ്ങളെ കബളിപ്പിക്കാൻ അയച്ചതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഈ പരാതിയിലെ വസ്തുത ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടില്ല എന്നല്ലേ ഒരു ഇത്തിരിയെങ്കിലും തലയ്ക്ക് മൂളയുള്ള ഒരു KPCC അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോടും ജനങ്ങളോടും പറയേണ്ടത്. അതല്ലാതെ ഊരും പേരുമില്ലാത്ത ഒരു ഇമെയിൽ കിട്ടി അത് നേരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചിട്ട് അപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിലിപ്പോൾ പൂർണ്ണമായും നമുക്ക് ഈ ഭരണകൂടത്തെ കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ തന്നെ KPCCയിലെ മുതിർന്ന നേതാക്കൾ 4 പേർ ചേർന്നൊരു യോഗം, രമേശ് ചെന്നിത്തല, നമ്മുടെ K മുരളീധരൻ, VD സതീശൻ, ഈ കക്ഷികളെ KPCC അധ്യക്ഷൻ, ഈ 4 പേരും ചേർന്നൊരു യോഗം. അവരെപ്പോൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ചാണ്. ഇതിനിടയിൽ K മുരളീധരൻ്റെ ഒരു ബ്രഹ്മാസ്ത്രം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം നിൽക്കവേ അപ്രതീക്ഷിതമായി പാർട്ടിയെ വെട്ടിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഇതെങ്കിൽ ആ തന്ത്രത്തിൽ മൂക്കുമുത്തി വീണുവര്. ഇവരെങ്ങനെങ്കിലും ഇവർ ചെയ്യേണ്ടത് എന്താണ്? 9-ാം തീയതി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഈ അമിത പരിക്കിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ടേ? ഈ രണ്ടാം പരാതിയോടുകൂടി കോൺഗ്രസ് ആണ് ആദ്യം അടപടലം നിലത്ത് വീഴുന്നത്. എന്നിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പരാതി, ഊരും പേരും ഇല്ലാത്ത പരാതി അയച്ചു കൊടുത്ത് അതിന്മേൽ കേസെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് പോലായി. അപ്പോൾ പിണറായി വിജയൻ അവിടെ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൂടി നമ്മളിവിടെ ചിന്തിക്കണം. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? എടോ വിജയ എന്ന് പിണറായിയെ വിളിക്കുന്ന രാഷ്ട്രീയ എതിരാളിയാണ്. പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന ഒരു യുവ നേതാവാണ്. അപ്പോൾ പിണറായിയെ പോലൊരു ഭരണാധിപന് നേരിട്ട് ഒരു പരാതിക്കാരിയെ കിട്ടിയാൽ തീർച്ചയായും തന്നെ രാഷ്ട്രീയ എതിരാളിയെ കുരുക്കിലിടാനുള്ള അതിശക്തമായ അന്വേഷണത്തിന് ഉത്തരവിടും. അത് ഫോളോ ചെയ്യും. അതൊക്കെ ശരിയാണ്. ഇവിടെ വേടൻ്റെ 3 ഇരകൾ അവിടെ വലിഞ്ഞു കയറി ചെന്ന കാഴ്ച ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ സുരക്ഷ എന്നുള്ളൊരു ഒരു നമുക്ക് ആ ഒരു പദം തന്നെ അങ്ങ് മാറ്റിവെക്കാം. ഇത് രാഷ്ട്രീയ വേട്ട. അതിന് തൊട്ട് പിന്നാലെ രാഹുലിന് വേണ്ടി നടത്തിയ ആ സത്യമംഗലം കാടൊക്കെ ഇളക്കിയുള്ള ഒരു തെരച്ചിൽ, അന്വേഷണ സംഘം ഒന്നൊന്നായി തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും സത്യമംഗലം കാട്ടിലേക്ക് പോകുന്നു, ബംഗളൂരു നഗരത്തിലേക്ക് പോകുന്നു. വളരെ ചുറുചുറുക്കുള്ള ഈ കൊടും കുറ്റവാളികളെ ഓടിച്ചിട്ട് പിടിക്കാൻ കെൽപ്പുള്ള പോലീസ് സംഘത്തെ അങ്ങോട്ട് നിയോഗിക്കുന്നു. എന്താ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പക്ഷെ അവിടെയൊക്കെ അതിവിദഗ്ധമായി അവരെ കബളിപ്പിച്ച് രാഹുൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ രണ്ടാമത്തെ പരാതി, അത് വാസ്തവത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും വിട്ടില്ലായി. ഞാനിനി കുറച്ച് മാനുഷികമായി സംസാരിച്ചാൽ ഈ രണ്ടാമത്തെ പരാതിയിൽ പറയുന്ന യുവതി സത്യമാണെങ്കിൽ അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ വരട്ടെ. അവർ പോലീസ് സംവിധാനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയട്ടെ. അവർ തുറന്നു പറയാത്തിടത്തോളം കാലം മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, ജനങ്ങൾക്ക് മുന്നിലല്ല, പോലീസ് സംവിധാനത്തിന് മുന്നിൽ ഈ പോലീസ് പറയുന്നത് പൂർണ്ണമായും നമുക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ രാഹുലിനെതിരെ ഈ കാടടച്ചുള്ള പോലീസിൻ്റെ ഈ നീക്കം നമ്മൾ കണ്ടതാണ്.
രാഹുലിനെതിരെയുള്ള പ്രോസിക്യൂഷൻ്റെ വാദം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കുറ്റവാളിയെ തീർക്കാൻ പ്രോസിക്യൂഷൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കോടതിയിൽ പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഈ പരാതിയിന്മേൽ ഞങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തി, പരാതിക്കാരിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു, പരാതിക്കാരിക്ക് വലിയ ആക്ഷേപമുണ്ട് എന്നൊക്കെ ചുമ്മാ വിളിച്ചു പോയിട്ട് കാര്യമില്ല. ഇതിനൊക്കെ രേഖ വേണം, ഇതിനൊക്കെ തെളിവ് വേണം. പരാതിക്കാരി മൊഴി കൊടുത്തിട്ടുണ്ടോ? പരാതിക്കാരി മജിസ്ട്രേറ്റ് മുന്നിൽ മൊഴി നൽകിയോ? നിയമപരമായിട്ടുള്ള പരാതി നൽകിയോ? ഇതാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാന പ്രശ്നം. അതല്ലാതെ KPCC പ്രസിഡന്റിനെ ആരെങ്കിലും വെട്ടിലാക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ചെയ്തതാണെങ്കിലോ ഇത്? നമ്മൾ ഇത്തരം ആക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിലെ എല്ലാ വശങ്ങളും കാണണ്ടേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ്. ഓക്കെ, മാധ്യമങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ സദാചാരം പ്രസംഗിക്കുന്നത് കൊണ്ട്, മാധ്യമങ്ങൾ ഒരു ഇരയ്ക്ക് വേണ്ടി തങ്ങളുടെ പ്രവർത്തന സമയം അത്രയും മാറ്റിവെക്കുന്നത് കൊണ്ട് രാഹുലിനെ തീർക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് എല്ലാവരും മാറി. നല്ലത് തന്നെ. പക്ഷെ അവിടെ ഇതിൻ്റെ ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? ഈ രണ്ടാം പരാതി യഥാർത്ഥത്തിൽ ഇത്തരമൊരു പരാതിക്കാരി ഇല്ലെങ്കിലോ? നിയമപരമായി ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരു ക്രൂരമായ വേട്ടയായി പോകില്ല അത്? പരാതിക്കാരി ഉണ്ടെങ്കിൽ അവർ വരണം, അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം. പക്ഷെ അതിന് തെളിവ് വേണം. ഈ 60 വയസ്സുകാരിയെയും മറ്റ് നിരവധി യുവതികളെയും ഒക്കെ പീഡിപ്പിച്ച ഈ മഹാപാതകി, നമുക്ക് അങ്ങനെ ഒരു പ്രയോഗം മാധ്യമങ്ങൾ ചാർത്തി കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. എവിടെ? ഈ പരാതിക്കാരിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നുക. പിന്നെ ഏതൊരു പരാതിക്കും കുറച്ച് ഉപകഥകൾ വരും. എന്തുകൊണ്ട് ഇത്തരമൊരു പരാതി നൽകാൻ ലേറ്റായി? മാധ്യമങ്ങളെ പേടിച്ച്. ഇയാൾ വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ്, അതുകൊണ്ടൊക്കെ. എന്ത് സ്വാധീന ശക്തി? സ്വന്തം പാർട്ടിയിൽ സ്വാധീനമില്ല. ഇടതുപക്ഷം ഒന്നടങ്കം വേട്ടയാടാൻ നിൽക്കുന്നു. ഒരു പോലീസ് സംവിധാനം മുഴുവൻ കാടിളക്കി അയാളെ പിടിക്കാൻ നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് വലിയ ഒരു പിന്തുണ ഇപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിഷ്പക്ഷമതികളായ ആളുകളാണ്. അയാളെ വേട്ടയാടുന്ന വലിയ കാഴ്ചകളല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ഒരു സ്വാധീനം എന്ന് ഒരിക്കലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അയാൾ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഹൈക്കോടതിയിൽ ഇന്ന് അയാൾക്ക് വിജയം കിട്ടി എന്നത് ആ അർത്ഥത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ ഒരു തുരുത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പടുകുഴിയിലേക്ക് വീഴുന്നതിന് മുൻപ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പെന്ന നിലയിലാണ്. അവിടെ അയാൾ പിടിച്ചു കയറി. പക്ഷെ പിടിച്ചു കയറിയപ്പോൾ അടുത്ത ഒരു വാള് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, രണ്ടാം പരാതി. പക്ഷെ ആ വാള് പൊയ്വാളാണോ എന്ന സംശയം. ആ വാളിൽ യഥാർത്ഥത്തിൽ ഇയാളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു തന്ത്രമാണോ എന്നൊരു സംശയം മാത്രമാണ്. പക്ഷേ ഇതൊരു സിൻസിയറായിട്ടുള്ള സംശയമാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി പിണറായി വേട്ടയാടുന്നു എന്നുള്ള ഒരു ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കിടന്ന് കറങ്ങുന്ന ഒരു ചോദ്യമാണ്. അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ തന്നെ ഉയർത്തുന്ന ഒരു വാദമുണ്ട്. അതായത് ഈ പിണറായിക്ക് ഒരു എതിരാളിയായിട്ട് പോലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഒരാൾ ഉമ്മൻചാണ്ടി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയെ പോലും വേട്ടയാടിയിട്ടില്ല പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എടുത്തു വെച്ചിട്ടാണ് ഈ സൈബർ ഗ്രൂപ്പുകൾ ഇത് ആഘോഷമാക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഉമ്മൻചാണ്ടി പറഞ്ഞോ തന്നെ രാഷ്ട്രീയമായി പിണറായി വേട്ടയാടിയിട്ടുണ്ട്? അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ വേട്ടയാടാത്ത പിണറായി എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടണം? ഇത് ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വേണം. പിണറായി നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്നുള്ള തലത്തിൽ നമുക്ക് വിലയിരുത്തുന്നതും ഒരു അധികാരി എന്നുള്ള തലത്തിൽ വിലയിരുത്തുന്നത് രണ്ടും രണ്ടാണ്. ഒരു വ്യക്തിക്കൊരു പക തോന്നിയാൽ ഒരുപക്ഷെ 2 കൊട്ടേഷൻ ടീമുകളെ കൊണ്ട് ആ എതിരാളിയെ വകവരുത്തുക, അവനെ ആക്രമിക്കുക, അവനെ തകർക്കാൻ നോക്കുക, അതൊക്കെ ഒരു വ്യക്തിപരമാണ്. പക്ഷെ പിണറായി എന്ന് പറയുന്ന ഒരു അധികാരത്തിൻ്റെ ചിഹ്നമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ. അതേ പിണറായി പറഞ്ഞിട്ടുണ്ട് വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്. ഒരു അധികാരത്തിൻ്റെ ചിഹ്നമായി ഒരാൾ ഒരിടത്തിരിക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല, അയാൾക്ക് ചുറ്റും വലിയൊരു വലയമുണ്ട്. ഈ അധികാരത്തോട് ഒട്ടി നിൽക്കുന്ന മറ്റൊരു അധികാര വൃന്ദമുണ്ട്. അതിലപ്പുറം അധികാരത്തിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിലുമപ്പുറം ഈ അധികാരത്തെ താങ്ങി നിർത്തുന്ന വലിയൊരു ശ്രേണിയുണ്ട്. ഇതൊക്കെ ചേരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ 2 തലത്തിലാണ്. ഒന്ന് പക പ്രസരിക്കുന്നത്, അല്ലെങ്കിൽ കരുണ പ്രസരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഒരു കരുണ, ഒരു കരുതൽ അതിങ്ങനെ പ്രസരിക്കുന്നുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെ ഒരു മൂർത്തീഭാവം എന്ന് പറയുന്ന മുഖം
അത് പിണറായിയുടേതാകാം, അതിനു മുൻപ് അധികാരം കൈയാളിയിരുന്ന ഉമ്മൻചാണ്ടിയുടേതാകാം. അപ്പോൾ ആ മൂർത്തിഭാവം പ്രസരിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ പ്രസരിപ്പിക്കുന്നത് 1-ന് 10ആയി, 10-ന് 100ആയി, 100-ന് 1000-മായി, ലക്ഷങ്ങളായി പുറത്തേക്കിങ്ങനെ പടരും. ഉമ്മൻചാണ്ടി ഒരു കരുതലാണ്, കരുണയാണ് പ്രസരിപ്പിക്കുന്നതെങ്കിൽ ആ കരുണയുടെ ചില അംശങ്ങളെങ്കിലും പ്രസരിച്ചു കൊണ്ടേയിരിക്കും, പിന്നെ പുറത്തേക്ക് പോകും. പക്ഷെ ഒരു പകയുടെ ഒരു നേരിയ കിരണം പ്രസരിപ്പിച്ചാൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, ഒരു അധികാര കേന്ദ്രം എന്നുള്ള നിലയിൽ ഇത് പ്രസരിപ്പിച്ചാൽ, അവനെ പിടിക്കണമല്ലോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. പിടികൂടാൻ കേരളത്തിൻ്റെ മുഴുവൻ പോലീസും സത്യമംഗലം കാടല്ല, തമിഴ്നാട് മൊത്തം അരിച്ചു വെക്കും. കാരണം ഈ ഏറ്റവും ഒടുവിൽ ഇത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഉദ്യോഗസ്ഥ സംവിധാനം. അതിനൊപ്പം ആ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഒരു മുഖപടലമായി നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനമുണ്ട്, ഒരു പൊളിറ്റിക്കൽ മണ്ഡലമുണ്ട്. അവരൊരു ദൗത്യമായി അങ്ങ് ഏറ്റെടുക്കും. ഇതൊരു വല്ലാത്ത പ്രഹേളികയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് കലിപ്പുണ്ടായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഓരോ ദിവസവും ഫോണെടുത്ത് അവനെ പിടിച്ചോ എന്ന് ചോദിച്ചിങ്ങനെ പുറകെ ഒന്നും നിൽക്കണ്ട, അവനെ ഒന്ന് നോക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതൊരു പകയുടെ ആളിക്കത്തലായിരിക്കും. അതൊരു വല്ലാത്ത തലത്തിലുള്ള ഒരു വേട്ടയാടലാകും. ഇവിടെയാണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് പകയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു പക്ക രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയ കളരിയിൽ അടിച്ച് കളിച്ച് വളർന്നു വന്നയാളാണ്. പഴയ നമുക്ക് ബ്രണ്ണൻ കോളേജ് തൊട്ടുള്ള കഥകൾ അറിയാമല്ലോ. അപ്പോൾ പഴയ കണ്ണൂർ പൊളിറ്റിക്സിലൂടെ വന്നതാണ്. അടിക്ക് തിരിച്ചടി, ആ ഒരു പോളിസിയുടെ ആളാണ്. പക്ഷേ ആ പിണറായി വിജയൻ ഇപ്പോൾ ഒത്തിരി മാറിയെന്നാണ് പറയുന്നത്. വലിയ വൈരാഗ്യമൊന്നും ആളുകളോട് കാട്ടുന്നില്ല, എല്ലാത്തിനുമൊന്നും പകപോക്കാൻ നോക്കുന്നില്ല. ഒരുപാട് പദം വന്ന ഒരു അധികാരിയായി എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. അതൊക്കെ ശരി തന്നെയാണ്. പിണറായി വിജയന് ഒരു പദം വന്ന അധികാരി തന്നെയായിരിക്കാം. പക്ഷേ രാഹുൽ ഒരു അധികാര ചിഹ്നത്തെയാണ് വെല്ലുവിളിച്ചത്. എടോ വിജയ എന്ന് പറഞ്ഞു, പിണറായി എന്ന് പോലും പറയുന്നില്ല, എടോ വിജയ എന്ന് പറഞ്ഞു. രാഹുലിൻ്റെ ഒരു വളർച്ച അത് DYFIയെ പലപ്പോഴും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. കാരണം DYFIയെ നേർക്കുനേർ വെല്ലുവിളിച്ച രാഹുൽ വളർന്നു വന്ന്, രാഹുലിനൊപ്പമുള്ള ഒരു ടീം ഈ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ കരുത്തോടെ നിന്ന DYFIയുടെ സൈബർ സഖാക്കളെ അടിച്ചു തെറിപ്പിക്കുന്ന തലത്തിൽ വരെ എത്തി. അത്രയും കരുത്ത് നേടിയെടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ ഒരു തെറ്റിന് 100 മടങ്ങായി ശിക്ഷ കൊടുക്കാനുള്ളൊരു വാശി എതിർപ്പാളയത്തിലുണ്ടാകും. അതിനെ നേരിടാൻ ഈ കോൺഗ്രസ്സിന് ഒരു സമചിത്തതയോടെ കഴിഞ്ഞില്ല. രാഹുലിനെ അവർ സംരക്ഷിക്കേണ്ടായിരുന്നു. പക്ഷേ ഈ എതിരാളികളുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ പ്രതിരോധിക്കണമായിരുന്നു. അത് ഞങ്ങൾ രാഹുലിനെ ചവിട്ടിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിർപക്ഷം ആക്രമണവുമായി അവനെ കൊല്ലുക എന്ന് പറഞ്ഞ് ആക്രോശിച്ച് വരുമ്പോൾ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തി. പക്ഷേ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഞങ്ങൾ പൊളിക്കും. ഇടതുപക്ഷം ഇപ്പോൾ കാട്ടുന്നത് ഇരട്ടത്താപ്പാണ്. ഒരു വശത്ത് പെൺവേട്ടക്കാരെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുന്നു. മറുവശത്ത് നിങ്ങൾ എത്രയോ ഭീതിതമായ കൊടും പാതകങ്ങളാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ സ്ത്രീകളോട്. എവിടെ കേരളത്തിൽ സ്ത്രീ സുരക്ഷ? എണ്ണി അവർക്ക് 10,000 കേസുകൾ കേരളത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിയുമല്ലോ. ഇവർക്കൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തില്ല? ഇത്തരം പോരാട്ടത്തിൻ്റെ ഒരു ചെറു കണികയെങ്കിലും ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ കാട്ടിയോ? പകരം എന്താ അവർ ചെയ്തത്? അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ നിലത്ത് വീണപ്പോൾ അവനെ നിഷ്ഠൂരം ചവിട്ടി തെറിപ്പിച്ച് അവനെ കൊന്നു കുഴിച്ചു മൂടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. അവൻ നമുക്ക് ഭീതിയാവുമോ എന്ന ഭയം ചില കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടി. അതിൻ്റെ അനന്തരഫലമാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ, തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇതൊരിക്കലും രാഹുലിനേറ്റ തിരിച്ചടിയല്ല, രാഹുലിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ കണ്ടത്. കാരണം ഗൗരവത്തോടെ ഈ കേസ് കോടതി കൈകാര്യം ചെയ്യുന്നു. കോടതി ആ കേസ് പഠിക്കുന്നു. വളരെ വിശദമായ വാദം തിങ്കളാഴ്ച കേൾക്കുന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ രണ്ടാം പരാതിയിൽ ചില സംശയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അതാണ് അതിലേറ്റവും പ്രധാനം.
ഇപ്പോൾ അറസ്റ്റിന് തടസ്സമില്ല എന്ന് കോടതി പറയുമ്പോഴും തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് വേണ്ട എന്നുള്ള നിലയിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗളൂരുവിൽ ഈ അന്വേഷണത്തിന് വേണ്ടി പോയിരിക്കുന്ന, രാഹുലിനെ പിടികൂടുന്നതിന് വേണ്ടി പോയിരിക്കുന്ന പോലീസുകാരെ തിരികെ വിളിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു അറസ്റ്റ് ഇനി വേണ്ട എന്ന് സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കും എന്തെങ്കിലും ഇനിയിപ്പോൾ ഇത് കേസ് പരിഗണിക്കുന്ന സമയത്ത് ഒരു തിരിച്ചടി ഉണ്ടായാൽ എന്നുള്ള ഭയം കൊണ്ടാകുമോ, അതോ വേറെന്തെങ്കിലും ഒരു മുൻകരുതലായിരിക്കാമോ? അല്ല, ഇപ്പൊ അറസ്റ്റ് ചെയ്താൽ അടപടലം പാടും ഇവർക്കറിയാം. കാരണം മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല എങ്കിൽ പോലും ഹൈക്കോടതി ഇപ്പോൾ ആദ്യ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. രണ്ടാം കേസിൽ ഇയാളെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്നു. ഒരു ദിവസം ആഘോഷമാക്കും, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഈ പരാതിക്കാരി എവിടെ? മൊഴിയുണ്ടോ? പരാതിക്കാരി എന്തെങ്കിലും നിങ്ങൾക്ക് ഔദ്യോഗികമായി പരാതി തന്നിട്ടുണ്ടോ? പരാതിക്കാരിയിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയോ? എന്തെങ്കിലും പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയോ? ഒരു ഇമെയിൽ വെച്ച് എങ്ങനെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയും? എങ്ങനെ റിമാൻഡിൽ നിർത്താൻ കഴിയും? അപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കും. ഇനി അവിടെ എന്തെങ്കിലും ഒരു പാളിച്ചുണ്ടായാൽ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരും. കാരണം രണ്ടാം കേസ് അപ്പോഴാവും ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ആ രണ്ടാം കേസിലെ പാളിച്ചകൾ വളരെ പരസ്യമായ തലത്തിൽ ചർച്ചയിലേക്ക് വരും. അത് അപകടമാണ് എന്ന് സർക്കാരിനറിയാം. പ്രത്യേകിച്ച് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസമേ ഉള്ളൂ. സംഗതി അടപടലം പാളും. അതാണ് ഭയപ്പെടുന്നത്. ഭയപ്പെട്ട അറസ്റ്റിൽ നിന്ന് അവർ പിന്നോട്ട് വലിച്ചിരിക്കുന്നത്. ഹൊസൂറിൽ നിന്നും ബലാഗാവിൽ നിന്നും ഒക്കെ മറ്റേ പോലീസ് സംഘത്തോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബാരക്കിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നാൽ പണി 100 തിരിച്ചു കിട്ടും. ഇവിടെ നമുക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് കോൺഗ്രസ് ആണ് അടപടലം അവരുടെ കുഴി തോണ്ടിയിരിക്കുന്നത്. രാഹുൽ വിഷയത്തിൽ അവർ ഒരുപാട് മണ്ടത്തരങ്ങളാണ് ആ പാർട്ടിയിൽ നിന്നുണ്ടായത്. അവർ തന്നെ അവരുടെ കുഴി തോണ്ടിയിരിക്കുകയാണ്. ഇതിനെല്ലാം ഈ പറയുന്ന പോലെ തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു കൂട്ടർ ഈ പറയുന്ന സൈബർ ഇടത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലുമുണ്ട്. അവരോടൊക്കെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. ഇത് ഞങ്ങളുടെ വേട്ടയാടലല്ല എന്ന് കൃത്യമായി ജനങ്ങളെ തെളിയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ പത്മവ്യൂഹത്തിൽ വീണിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.